തൃശൂരിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയ ഇറിഡിയം കേസ് പ്രതികൾ റിസർവ് ബാങ്കിന്റെ പേരിലും വ്യാജരേഖ ചമച്ചു. നിക്ഷേപകരിൽ നിന്ന് പിരിച്ച പണം റിസർവ് ബാങ്കിൽ അടച്ചിട്ടുണ്ട് എന്ന് വിശ്വസിപ്പിക്കാനാണ് വ്യാജരേഖയുണ്ടാക്കിയത്. 500 കോടിയുടെ തട്ടിപ്പ് നടന്നുവെന്നാണ് നിഗമനം. തൃശൂർ, പാലക്കാട് ജില്ലകൾ കേന്ദ്രീകരിച്ച് കോടികളുടെ ഇറിഡിയം തട്ടിപ്പ് നടത്തിയതിന്റെ തുടർച്ചയാണ് വ്യാജരേഖ ചമക്കലും. കയ്പമംഗലം സ്വദേശി ഹരിദാസാണ് തട്ടിപ്പിന് നേതൃത്വം നൽകിയത്. നിക്ഷേപകർ പണം തിരികെ ചോദിച്ചപ്പോഴാണ് കബളിപ്പിക്കാൻ പുതിയ തന്ത്രം. തങ്ങൾ സ്വീകരിച്ച പണം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിക്ഷേപിച്ചിരിക്കുകയാണ് എന്ന് തട്ടിപ്പുകാർ നിക്ഷേപകരെ വീണ്ടും വിശ്വസിപ്പിക്കുകയാണ്. അതിനായി വ്യാജരേഖയും ചമച്ചു. ഇതോടെ കുറച്ചുപേർ അത് വിശ്വസിച്ചു. വ്യാജരേഖയുടെ പകർപ്പ് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. ഇരിങ്ങാലക്കുട SP-ക്ക് ഇറിഡിയം തട്ടിപ്പിന് ഇരയായവർ പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്തെങ്കിലും അന്വേഷണം കാര്യക്ഷമമല്ല എന്നാണ് പരാതിക്കാർ പറയുന്നത്. കൂടുതൽ പരാതിക്കാർ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് RBIയുടെ പേരിൽ ഈ രേഖകൾ വിതരണം ചെയ്തതെന്നാണ് പരാതിക്കാർ ഉന്നയിക്കുന്നത്. തൃശൂർ കേന്ദ്രീകരിച്ച് 500 കോടി രൂപയുടെ ഇറിഡിയം തട്ടിപ്പാണ് നടത്തിയത്. 5000 രൂപ മുതൽ 2 കോടി രൂപ വരെ ഇതിൽ നിക്ഷേപിച്ചവരുണ്ട്. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.